ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ റൈസ് വിത്ത് ഒനിയൻ പക്കോടയാണ്. നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അതിനായി ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു. അതിപ്പോ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇതിപ്പോ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിന്റെ ടേസ്റ്റ് മാറിപ്പോവും. കഴിവതും ഗോൾഡ് വിന്നർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. പച്ചമുളകൊക്കെ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി കട്ട് ചെയ്ത ഒരു 4 സവാളയാണ്. ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഉപയോഗിക്കുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. മോന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ടിഫിൻ ബോക്സിൽ ഇതൊക്കെയാണ് കൊടുത്തു വിടുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ റൈസാണിത്. സവാളയൊക്കെ ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന സോനാ മസൂരിയുടെ റൈസാണ്. ഇത് 15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നതാണ്. ഈ റൈസ് വേവിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെന്തു പോകാതെ. ഇനി നമുക്ക് ഈ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ എല്ലാം നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1.5 നാരങ്ങയുടെ ജ്യൂസാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നിലക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് റൈസ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിതിപ്പോൾ ഉപ്പ് പരുവമാണ്. നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ റൈസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഒനിയൻ പക്കോടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വരാം.
ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിലേക്ക് ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പക്കോട ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പക്കോടയൊക്കെ നല്ല രീതിയിൽ ബ്രൗണിഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം വറുത്ത് കോരാം. നമ്മുടെ ലെമൺ റൈസും പക്കോടയും റെഡി ആയിട്ടുണ്ട്. ലെമൺ റൈസിലൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പക്കോട. നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളും കഴിച്ചിട്ട് അഭിപ്രായം പറയണേ.